കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും കേരളത്തിലെ ബിസിനസ്സുകാരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ദയവ് ചെയ്ത് അനാവശ്യമായിട്ട് സർക്കാർ വകുപ്പുകളോടും ഉദ്യോഗസ്ഥരോടും കോർക്കാൻ പോകരുത്. എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ, ഈ വകുപ്പുകൾക്കെല്ലാം ഒരു ചട്ടപ്പുസ്തകം ഉണ്ടാവും. സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തൊന്ന് വായിച്ചു നോക്കണം. ഇതിൽ ബഹുഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ സമയത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും പിന്നീട് അല്പസ്വല്പം മിനുക്കുപണി ചെയ്തതുമാണ്. ഇതിലെല്ലാം പ്രതിപാദിക്കുന്നത് നിങ്ങളെ എങ്ങനെ സഹായിക്കാം എന്നല്ല, നിങ്ങൾക്കിട്ട് എങ്ങനെ പണി തരാം എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, കേരളത്തിലാണ് ഞാൻ ഏറ്റവും അഴിമതി കുറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുള്ളത്. യുവതലമുറയിൽപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിഭാഗവും സഹായ മനസ്കതയുള്ളവരും ഈ സംസ്ഥാനം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുള്ളവരാണ്. എന്നാൽ ചെറിയ ഒരു പങ്ക് അഴിമതിക്കാരുണ്ട് താനും. ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ഞാൻ മനസ്സിലാക്കുന്ന അവരുടെ ശക്തി, അവർ ഈ ചട്ടങ്ങൾ അരച്ച് കലക്കി കുടിച്ച് പഠിച്ചിട്ടുണ്ടാവും. കാരണം അവരതിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചാണ് കാശ് വാങ്ങി സഹായങ്ങൾ ചെയ്യുന്നത്. ഇവരെതിരായാലും നിങ്ങളുടെ മുട കാരണം ഈ നല്ലവരായ ഉദ്യോഗസ്ഥരെതിരായാലും അവർക്ക് ഉറപ്പായിട്ടും അനായാസമായിട്ടും നിങ്ങളെ പൂട്ടാൻ സാധിക്കും. മണിച്ചിത്രത്തായിട്ട് പൂട്ടും. കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും കുറച്ച് സമയത്തേക്ക് നിങ്ങളെ സഹായിക്കുമായിരിക്കാം. അതിൽ അഭിരമിക്കരുത്. കാരണം ഇവരെല്ലാം മഞ്ചാടി മാമച്ചന്മാരാണ്. നിങ്ങളുടെ ദുരന്തം അവരുടെ ബിസിനസ്സാണ്. ഞാൻ പറഞ്ഞതൊരു ബിസിനസ്സുകാരനുണ്ട് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കളമറിഞ്ഞ് കളിക്കാൻ പഠിക്കണം. ബിസിനസ്സിൻ്റെ ലക്ഷ്യം ലാഭവും വളർച്ചയുമാണ്, ആദർശവും മുടയും കാണിക്കുന്ന സ്ഥലമല്ല. കൂടുതൽ പ്രാക്ടിക്കലായിട്ടുള്ള ടിപ്പുകൾക്ക് പ്ലീസ് ഫോളോ മീ @self forward.